ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് ഞങ്ങളുടെ കാർ ഷെഡ്. ഇത് വൈറ്റ് കളർ ടൈലാണ് ഇട്ടത്. നേരത്തെ കിടന്നിരുന്നത് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ നമുക്ക് അഴുക്കൊന്നും പറ്റിയ ഒട്ടും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ വൈറ്റ് ഇട്ടതിന് ശേഷം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പാടാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്നും ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുമാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പണ്ട് കിടന്നിരുന്ന ബ്ലാക്ക് ആയിരുന്നു. ആ ബ്ലാക്ക് മാറി ഒരു ചേഞ്ചിന് വേണ്ടി ഞങ്ങൾ വൈറ്റിലേക്ക് പോയി. അപ്പോൾ ആ വൈറ്റ് ഇട്ടപ്പോൾ നമുക്ക് വന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും എങ്ങനെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതായിരുന്നു നമ്മുടെ പഴയ കാർ ഷെഡ്. ഷെഡിനകത്തെല്ലാം ബ്ലാക്കും വൈറ്റും കൂടെയുള്ള മാർബിൾ പീസും കയറി വരുന്നിടത്ത് ബ്ലാക്കും റെഡും കൂടെയുള്ള ടൈലും. ഇപ്പോൾ ഇങ്ങനെയാണ്, ഒരു വൈറ്റിഷ് ഗ്രേയിലേക്കാക്കി. കാർ ഷെഡിനകത്തെല്ലാം ഔട്ട്ഡോർ ടൈലുകളും പിന്നെ വെളിയിൽ നമ്മളുടെ പാത്വേയിലെല്ലാം സിമൻറ്റ് ടൈലുകളുമാണ് ഇട്ടിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് ഒരു വൈറ്റിഷ് കളറാണ് എല്ലായിടത്തും കാണുന്നത്. ഗേറ്റ് കടന്ന് ഷെഡിലേക്ക് കയറുന്ന വണ്ടിയുടെ ടയർ മുഴുവനും അഴുക്കായിരിക്കും. മഴക്കാലമാണ് പറയേ വേണ്ട, റോഡിൽ നിന്നുള്ള അഴുക്ക് മുഴുവൻ ടയറിൽ കൂടെ കൊണ്ടുവന്ന് ഷെഡിലേക്ക് ഇടും. പിന്നെ അത് മുഴുവനും വൃത്തിയാക്കണം. വേനൽക്കാലമാണെങ്കിൽ അത്രയും ചെളി ഇല്ലാന്നേ ഉള്ളൂ, എന്നാൽ പോലും ടയറിലെ ചെളികൾ കാണും. ഇതൊന്നുമല്ലാതെ ജോക്കുട്ടിൻ്റെ മെയിൻ പരിപാടി കാറിൻ്റെ ടയറിലാണ് മൂത്രം ഒഴിക്കുന്നത്. അവന് വേറെ ഏത് സ്ഥലം ഉണ്ടെങ്കിലും അവൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഇതാണ്. ആദ്യമൊക്കെ ഞാൻ ഓസിൽ വെള്ളം എടുത്തിട്ട് ചൂല് വെച്ച് അടിച്ചടിച്ചായിരുന്നു കഴുകുന്നത്. നമ്മുടെ ഈ ടൈലുകൾ ഔട്ട്ഡോർ ടൈലുകളാകുമ്പോൾ ഇതെല്ലാം ഭയങ്കര റഫാണ്. അപ്പോൾ പല പല കുഴികളുമുണ്ട്. അപ്പോൾ ഈ കാറിൻ്റെ ടയറിൽ നിന്നുള്ള ചെളികളെല്ലാം ഈ കുഴികളിനകത്തോട്ട് ശരിക്കും പറ്റി പിടിച്ചിരിക്കും. വെള്ളവും ചൂല് വിട്ട് എത്ര കഴുകിയാലും ഈ ചെളി പോകില്ല. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കഴുകുന്നതുകൊണ്ട് നടുവിന് നല്ല വേദനയാകും, ഓവർ സ്ട്രെയിനാണ്. അങ്ങനെ ഇത് ക്ലീൻ ആക്കാനായിട്ട് വേറെ എന്ത് മാർഗമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു മെഷീനെക്കുറിച്ച് അറിഞ്ഞത്. ഹൈ പ്രഷർ വാട്ടർ ജെറ്റ് പമ്പ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്. ഏതാണ്ട് 8,000 റുപ്പീസോളം വന്നു ഈ സാധനത്തിന്. നമ്മളുടെ പൈപ്പിൽ നിന്ന് ഉള്ള ഓസ് ഇതിൻ്റെ ഇൻലെറ്റിലേക്ക് കണക്ട് ചെയ്യണം. ഇതിൻ്റെ ബാക്കിൽ ഒരു നോബുണ്ട്, അത് ഇൻലെറ്റാണ്. അപ്പോൾ അത് ടൈറ്റായിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ആക്കുക. വൺസ് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഔട്ട് വരുന്ന ട്യൂബാണ്. ഔട്ടിൻ്റെ ട്യൂബിൻ്റെ വെളിയിൽ എൻഡിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഗൺ പോർഷനാണ്. ആ ഗൺ പോർഷന് ഒരു നോബുണ്ട്. അതായത് മെയിൻ പൈപ്പ് ഓണാക്കുക, പിന്നെ ഇതിൻ്റെ മോട്ടർ ഓണാക്കുക. ഈ ഗൺ പോർഷനിൽ ഓണും ഓഫും ഉണ്ട്. അതിൽ പിടിച്ച് പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ല പ്രഷറിൽ വെള്ളം വെളിയിലോട്ട് വരും. എത്ര പറ്റി പിടിച്ചിരിക്കുന്ന ചെടിയാണെങ്കിൽ പോലും ഈസി ആയിട്ട് ഈ ഹൈ പ്രഷർ വെള്ളം വരുമ്പോഴത്തേക്കും ഇളകിപ്പോകും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഈ മെഷീന് അധികം വെയിറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇതിന് അടിയിൽ 2 വീലുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഉരുട്ടി മാറ്റാം. അതല്ലെങ്കിൽ മുകളിൽ ഹാൻഡിലുണ്ട്, ഹാൻഡിൽ പിടിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റുകയും ചെയ്യാം. ഔട്ട്ലെറ്റ് ഗണ്ണ് കണക്ട് ചെയ്യുന്ന ട്യൂബിന് അത്യാവശ്യം നീളമുണ്ട്, ഓൾമോസ്റ്റ് 3 മീറ്റേഴ്സ് ഉണ്ട്. ഈ ട്യൂബ് ഫ്ലെക്സിബിളാണ്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒടിയത്തില്ല, പക്ഷെ കുരുങ്ങാതെ നോക്കണം. ഈ സെയിം മെഷീൻ്റെ പവർ കൂടിയതാണ് നമ്മുടെ പെയിൻറ്റേഴ്സിൻ്റെ കയ്യിലിരിക്കുന്നത്, അതുപോലെ തന്നെ കാർ വാഷിംഗ് സെൻറ്ററിലുള്ളതെല്ലാം. ഇത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര ഹാൻഡി ആയിട്ടും അത്ര ഹൈ പ്രഷർ ഇല്ലാത്ത സാധനമാണ്. വീടിൻ്റെ 2 സൈഡിലുമായിട്ട് ഹാങ്ങിങ് ചെടികളുണ്ട്. ഈ ഹാങ്ങിങ് ചെടികളിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം നേരെ വീഴുന്നത് താഴെ ടൈലിലേക്കാണ്. ആ വെള്ളത്തിനകത്ത് മണ്ണും ചെളിയും മിക്സ്ഡ് ആയിട്ടാണ് വീഴുന്നത്. നമ്മൾ എത്ര സൂക്ഷിച്ചൊഴിച്ചെന്ന് പറഞ്ഞാലും ആ മണ്ണിനകത്തുള്ള ചെളികൾ താഴെ വീഴും. അപ്പോൾ ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഹാങ്ങിങ് ചെടികളിൽ നിന്ന് വീണ ചെളിവെള്ളവും അഴുക്കും എല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത് ഈ സെയിം മെഷീൻ വെച്ച് തന്നെയാണ്.
ഭയങ്കര ഈസി ആയിട്ട് സാധനം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ചെളിയൊക്കെ നന്നായിട്ട് പോയിക്കോളും. ഇടയ്ക്ക് സബീന, സോപ്പ് പൊടി ഇതൊക്കെ ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ചെളി നന്നായിട്ട് ഇളകും. ഫുൾ വാഷിങ് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, നല്ല നീറ്റ്, ക്ലീൻ ആൻഡ് ഡ്രൈ. ഇതാണ് നമ്മുടെ മെഷീൻ. ഞാൻ വാങ്ങിച്ച അഗ്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇതെല്ലാം പല പാർട്സായിട്ടാണ് വരുന്നത്. ഇതിനെ ഒന്നിച്ചാക്കുക വളരെ ഈസിയാണ്. പല നോസിൽസും വേറെ എക്സ്ട്രാ ഉണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ കോയിൽ ഞാൻ ഉണ്ടാക്കിച്ചതാണ്. കാരണം ഇതില്ലായെങ്കിൽ നമുക്ക് എല്ലാ എൻഡിലും എത്തൂല. ഈ ബോക്സിനകത്താണ് ഈ മെഷീൻ വന്നത്. അതിനുശേഷം നമ്മൾ അസംബിൾ ചെയ്ത് എടുത്തതാണ്. ഞങ്ങളുടെ ഔട്ട്ഡോർ ടൈലുകൾ ക്ലീനാക്കാനും ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് കാര്യം കഴിയും, ഈസിയാണ് താനും. കുനിയണ്ട, നടുവേദനയില്ല, ഓവർ സ്ട്രെയിനില്ല. സോ ഇന്നത്തെ ക്ലീനിങ് സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇവനെ നമ്മൾ തിരിച്ചെടുത്ത് അകത്തോട്ട് വയ്ക്കും. യൂഷ്വലി വൺസ് ഇൻ എ വീക്കാണ് ഞാൻ കാർ ഷെഡും ഔട്ട്സൈഡ് ഏരിയയും ക്ലീൻ ചെയ്യുന്നത്. ബൈ ബൈ ടിൽ നെക്സ്റ്റ് വീഡിയോ.